അപ്പോൾ നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ സോൾട്ട് അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു സോൾട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സോൾട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സോൾട്ട് അനാലിസിസിൽ മെയിനായിട്ട് ആനയോണും വരും, കാറ്റോണും വരും. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ആനയോൺസ് എന്ന് പറഞ്ഞാൽ കാർബണേറ്റ് ഉണ്ട്, അസറ്റേറ്റ് ഉണ്ട്, ക്ലോറൈഡ് ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്. ഇത്രയാണ് ആനയോൺ പഠിക്കാനുള്ളത്. അതേപോലെ കാറ്റോൺ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അമോണിയ ഉണ്ട്, ലെഡ് ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, ബേരിയം ഉണ്ട്, കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കോപ്പറും കൂടെ പഠിക്കാനുണ്ട്, പക്ഷേ എക്സാമിന് കോപ്പർ വെക്കില്ല. സോ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആനയോണും ഇത്രയും കാറ്റോണും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ സോൾട്ടിലെ ആനയോൺ ആരാണ്, കാറ്റോൺ ആരാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. അതാണ് ടെസ്റ്റ്. ഈ സോൾട്ട് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഞാൻ സോൾട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അഖില അത് ഈ സോൾട്ടിൽ ആനോൺ ഏതാണ്, കാറ്റോൺ ഏതാണ് കണ്ടുപിടിച്ച് തരും. ഓക്കെ, അപ്പോൾ ഞാൻ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കുട്ടി അത് ചെയ്ത് കറക്റ്റായി തരും. നിങ്ങൾ നോക്കിയത് പഠിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ആ സോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആനയോണാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആനോൺ കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ സോൾട്ട് കൊടുക്കുകയാണ് ചെയ്തോ. അപ്പോൾ ആനോൺ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ കുറച്ച് സോൾട്ട് എടുത്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കണം. കാരണം കാറ്റോണിന് വേണ്ടിയാണ്. ആനയോൺ എല്ലാം നമ്മൾ സോൾട്ടിൽ ചെയ്യുകയും കാറ്റോണിൻ്റെ ടെസ്റ്റുകളെല്ലാം നമ്മൾ സൊല്യൂഷനിലുമാണ് ചെയ്യുന്നത്. കാറ്റോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ സൊല്യൂഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആനയോണിൻ്റെ ചെയ്യാൻ വേണ്ടി കുറച്ച് സോൾട്ട് എടുക്കുക. കുറച്ച് സോൾട്ട് എടുത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ സോൾട്ട് എടുത്ത് ആടിയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു 1/3 പോർഷൻ 1/3 പോർഷൻ വാട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ആയിട്ടുണ്ട്. നന്നായിട്ട് കുലുക്കി സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ സൊല്യൂഷൻ നന്നായിട്ട് എന്ത് ചെയ്യും, സോലുബിൾ ആയിരിക്കും. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. കുറച്ച് അവിടെ ഇരിക്കട്ടെ, നമുക്കത് കാറ്റോണിൻ്റെ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ആനയോണിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സോൾട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആനയോൺ ആരാണ്, കാർബണേറ്റ്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സോൾട്ടിൽ കാർബണേറ്റ് ആണോ ആനയാണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്തേ, കാർബണേറ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സോൾട്ട് എടുക്കുക. ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോൾട്ട് എടുക്കുക. അതിലോട്ട് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഓക്കെ, ആര് ആഡ് ചെയ്യുക, ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിക്കോ, ഒരു കുമിളോള് പോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ കാർബണേറ്റ്. ഇവിടെ ഒന്നും പോകുന്നില്ല. അപ്പോൾ നോ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് റിയാക്ഷൻ, കാർബണേറ്റ് ഒരു റിയാക്ഷനും ഇല്ല. കുമിളോള് പോലെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാർബണേറ്റ് എന്ന് പറയാം. അങ്ങനെ വരുന്നില്ല, അത് ബ്രിസ്ക് എഫർവസൻസ്, അത് വരുന്നില്ല. അതുകൊണ്ട് കാർബണേറ്റ് അല്ല. നിങ്ങൾ ടെസ്റ്റ് ട്യൂബിന് എന്ത് ചെയ്യുക, കഴുകുക. ഈ ടെസ്റ്റ് ട്യൂബിലുള്ള സാധനം കളയുക, വീണ്ടും യൂസ് ചെയ്യുക. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ടെസ്റ്റ് ട്യൂബ് മാറ്റി വേറെ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആരല്ല എന്ന് മനസ്സിലായി, കാർബണേറ്റ് അല്ല എന്ന് മനസ്സിലായി. അടുത്ത് അസറ്റേറ്റ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അസറ്റേറ്റ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണത് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സോൾട്ട് എടുക്കുക. ഒരു വാച്ച് ഗ്ലാസ്സിലോ നിങ്ങളെ കയ്യിലോ എടുത്താൽ മതി. കയ്യിലൊക്കെ അലർജി ഉള്ളവരുണ്ടെങ്കിൽ വാച്ച് ഗ്ലാസ്സിൽ എടുക്കാം. കുറച്ച് സോൾട്ട് വാച്ച് ഗ്ലാസ്സിൽ എടുത്തതിന് ശേഷം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലൊഴിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് സോൾട്ട് മണപ്പിച്ച് നോക്കണം. അപ്പോൾ വിനെഗറിൻ്റെ സ്മെല്ല് വരെയാണെങ്കിൽ അസറ്റേറ്റ് ആണ് ആനയാണെന്ന് പറയാം. അപ്പോൾ സോൾട്ട് എടുത്ത് സോൾട്ടിൽ എന്ത് ചെയ്യുക, കുറച്ച് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റബ്ബ് ചെയ്ത് നോക്കുക. അലർജറ്റിക് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് റോഡ് വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ സോൾട്ട് എടുത്തിട്ട് റബ്ബ് ചെയ്ത് മണപ്പിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒന്ന് സ്മെല്ല് നോക്കി, ഇല്ല വരുന്നുണ്ടോ, ഇല്ല. അസറ്റേൻ്റെ സ്മെല്ലും ഉണ്ടോ, ഇല്ല. അപ്പോൾ വിനെഗറിൻ്റെ സ്മെല്ലൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേക്ക് പോകുമ്പോൾ, എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ലൊന്നും വരുന്നില്ല. എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അന്ന് ജലദോഷമോ എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാൾട്ട് അസറ്റേറ്റ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് സ്മെല്ല് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ അസറ്റേറ്റിൻ്റെ സോൾട്ട് മാത്രമല്ല, അസറ്റേറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കൺഫർമേറ്ററിയും കൂടെ ചെയ്യുക. എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് അല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. കാരണം സ്മെല്ല് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. അവിടെ അസറ്റേറ്റ് മാത്രം സെക്കൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അസറ്റേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൺഫർമേറ്ററിയും കൂടെ ചെയ്തൊന്ന് ഉറപ്പുവരുത്തുക. അസറ്റേറ്റ് അല്ല, വേറെ ഒരാളുടെയും ഐഡൻറ്റിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ കൺഫർമേറ്ററി ചെയ്യേണ്ട. അസറ്റേറ്റ് മാത്രം സ്മെല്ല് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോകും, കിട്ടാതായി പോകും. അതുകൊണ്ട് അസറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൺഫർമേറ്ററിയും കൂടെ ചെയ്യുക. എന്താണ് അസറ്റേറ്റിൻ്റെ കൺഫർമേറ്ററി എന്ന് പറഞ്ഞാൽ, കുറച്ച് സോൾട്ട് എടുത്തിട്ട് അതിലോട്ട് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുക. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ നല്ല റെഡിഷ് ബ്രൗൺ കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അസറ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യാം. ഓക്കെ, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ അതിൽ തന്നെ എന്താണ്, ഇപ്പം ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പം വേറെ കളർ ചേഞ്ചോ ഒന്നും തന്നെ ഇല്ല, റെഡ് കളറൊന്നും വന്നിട്ടില്ല. അപ്പം നമുക്ക് ആരെന്ന് കൺഫേം ചെയ്യാം, അസറ്റേറ്റ് അല്ല എന്ന് കൺഫേം ചെയ്യാം. കാരണം സ്മെല്ല് തന്നെ കിട്ടിയില്ല, വിനെഗറിൻ്റെ സ്മെല്ല് വന്നില്ല. എന്നാലും ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, അസറ്റേറ്റ് അല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡും കൂടി ഞാൻ ആഡ് ചെയ്തു.
ഓക്കെ, അപ്പോൾ കാർബണേറ്റ് അല്ല, അസറ്റേറ്റ് അല്ല. അപ്പം നമ്മൾ മൂന്നാമത്തെ സോൾട്ട് മൂന്നാമത്തെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മളുടെ കയ്യിലുള്ള സോൾട്ട് ക്ലോറൈഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലോറൈഡ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സോൾട്ട് എടുക്കുക. സോൾട്ടിലോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് ഇങ്ങനെ കാണിക്കണം. ഇപ്പം നമ്മൾ കാണിച്ചു, നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഫില്ലർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയാണ്. സ്കൂളുകളിൽ ചിലപ്പോൾ ഫില്ലർ കാണത്തില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നതുകൊണ്ട് ഫില്ലർ യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സോൾട്ട് എടുക്കുക, സോൾട്ടിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ഇതിൻ്റെ അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് നമ്മൾ ഇതിലോട്ട് കാണിക്കാം. അത് അമോണിയം ഹൈഡ്രോക്സൈഡ് എവിടെ? അമോണിയം ഹൈഡ്രോക്സൈഡ് എവിടെയാണ്? ഓക്കെ, അമോണിയ ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുക? കാണിക്കുക. അമോണിയ ഹൈഡ്രോക്സൈഡ് ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ നല്ല വൈറ്റ് ഡെൻസ് ഫ്യൂംസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോറൈഡ് എന്ന് പറയാം. ഇവിടെ ഒന്നും വരുന്നില്ല. ഫ്യൂംസ് എന്ന് പറഞ്ഞാൽ നിറയെ ഫ്യൂംസ് ഇങ്ങനെ വരും, വൈറ്റ് ആയിട്ടുള്ള പുക വരും. ഇവിടെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആരല്ല എന്ന് പറയാം? ക്ലോറൈഡ് അല്ല എന്ന് പറയാം. ഓക്കെ, ആരല്ല എന്ന് പറയാം? ക്ലോറൈഡ് അല്ല എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രൈൻ്റെ ടെസ്റ്റാണ്. അടുത്ത ടെസ്റ്റ് ഏതാണ്? നൈട്രേറ്റ്. അപ്പം നമുക്ക് കാർബണേറ്റ് അല്ല എന്ന് മനസ്സിലായി, അസറ്റേറ്റ് അല്ല എന്ന് മനസ്സിലായി, ക്ലോറൈഡ് അല്ല എന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മൾ നൈട്രേറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. നൈട്രേറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് സോൾട്ട് എടുക്കുക. വീണ്ടും പറയാണ്, ആനോണിൻ്റെ ടെസ്റ്റുകളെല്ലാം സോൾട്ടിലാണ് ചെയ്യുന്നത്, സോൾട്ട് സൊല്യൂഷൻ അല്ല. സോൾട്ട് എടുക്കുക. സോൾട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുക. ഇതിനെ പേപ്പർ ബോൾ ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. സോൾട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം അതിനൊന്ന് നമ്മൾ ഹീറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ഒരു ടെസ്റ്റ് ട്യൂബ് ഹോൾഡർ വെച്ച് കണക്ട് ചെയ്യുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് പേപ്പർ ബോൾ ആഡ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് ഒരു പേപ്പർ ബോൾ എന്ന് പറഞ്ഞ് വേറെ ഒന്നുമില്ല, ന്യൂസ് പേപ്പർ. എന്ത് ഒരു പേപ്പർ ബോൾ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ പീസ് ഇങ്ങനെ എടുക്കുക. ന്യൂസ് പേപ്പർ ഇങ്ങനെ എന്ത് ചെയ്യുക? ചുരുട്ടിയതിന് ശേഷം ഒരു ബോൾ പോലെ ആകുക, പേപ്പർ ബോൾ പോലെ ആക്കുക, ഉരുട്ടുക നിങ്ങൾ, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് ഇടുക. എൻ്റെ വീണ്ടും ചെറുതായിട്ടും കൂടെ ഒന്നും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ ബ്രൗൺ പ്രസപ്റ്റേറ്റ് സൈഡിൽ ആകുകയാണെങ്കിൽ നമുക്ക് നൈട്രേറ്റ് എന്ന് പറയാം. ബ്രൗൺ ഒന്നും വന്നില്ല എങ്കിൽ നമുക്ക് നൈട്രേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ബ്രൗൺ ഫ്യൂംസ് നിങ്ങളുടെ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കണ്ടോ? ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡൊക്കെ എന്തായി മാറി? ബ്രൗൺ കളറേഷൻ വന്നില്ലേ? ഇങ്ങനെ ബ്രൗൺ ഫ്യൂംസ് വന്നാൽ നമുക്ക് ആരെന്ന് പറയാം? അത് നൈട്രേറ്റിൻ്റെ സാൾട്ടാണ്. ഇതിൻ്റെ അകത്തൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പം നമ്മളുടെ ഇത് കണ്ടോ? ബ്രൗൺ ഫ്യൂംസ് സൈഡിൽ കണ്ടോ? അപ്പം നമുക്ക് എന്തെന്ന് പറയാം? നൈട്രേറ്റിൻ്റെ സാൾട്ടാണെന്ന് പറയാം. ഇനി നമ്മൾ നൈട്രേറ്റ് കൺഫേം ചെയ്യണം. ഐഡന്റിഫൈ ആയി, നമ്മൾ ഇനി എന്ത് ചെയ്യണം? കൺഫേം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റഡ് ടെസ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നൈട്രേറ്റിൻ്റെ കൺഫേം ചെയ്യാം. നൈട്രേറ്റിൻ്റെ കൺഫർമേറ്റഡ് ടെസ്റ്റിനെ ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് പറയും. എന്ത് ടെസ്റ്റ് എന്ന് പറയും? ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എന്താണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം. ഓക്കെ, ബ്രൗൺ റിംഗ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 2 ടെസ്റ്റ് ട്യൂബ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 2 ടെസ്റ്റ് ട്യൂബ് ആവശ്യമുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഫ്രഷ് ആയിട്ട് വീണ്ടും ഒരു സ്പൂണോ 1.5 സ്പൂണോ സോൾട്ട് എടുത്തിടുക. കുറച്ച് ഇത്രയും എന്ത് ചെയ്യുക? സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് അടുത്ത ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൽ ഫെറസ് സൾഫേറ്റ് ആഡ് ആയിട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. രണ്ടും ഈക്വൽ വോളി ആയിരിക്കണം. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ നിങ്ങൾ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിൽ ആദ്യം 2 സൊല്യൂഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തോ? 2 ആഡ് ചെയ്യണേ, ഈക്വൽ എമൗണ്ടിൽ ആഡ് ചെയ്യണേ. ഓക്കെ, കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിൽ സാൾട്ട് സൊല്യൂഷൻ ഏകദേശം ഇത്രയും പ്രിപ്പയർ, ഒരു 1.5 സ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യുക, സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, മതി. നന്നായിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫ്രഷ് ആയിട്ട് നേരത്തെ നിങ്ങൾ കാറ്റോണിന് വേണ്ടി സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അത് വേണ്ട. നന്നായിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. സോൾട്ട് എടുത്ത് സോൾട്ട് സൊല്യൂഷൻ നന്നായിട്ട് ഫെറസ് സൾഫേറ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വേറെ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുക? ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ കൈ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് നന്നായിട്ട് കുലുക്കിയാൽ മതി, നന്നായിട്ട് മിക്സ് ആവും. ഓക്കെ, അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. വേറെ ടെസ്റ്റ് ട്യൂബിൽ ഇവിടെ നിങ്ങൾ എത്ര സോൾട്ടാണോ എടുത്തത് അതേ സെയിം എമൗണ്ട് എന്ത് ചെയ്യുക? ഫെറസ് സൾഫേറ്റ് എടുക്കുക. ഫെറസ് സൾഫേറ്റ് എടുക്കുക. ഇതാണ് ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിൽ ആഡ് ചെയ്ത സെയിം എമൗണ്ട് വാട്ടർ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു സാൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. ഓക്കെ, യൂസ് ചെയ്യും. കുറച്ചും കൂടെ ഒന്ന് വാട്ടർ ആഡ് ചെയ്യും. ഓക്കെ, 2 ഈക്വൽ വോളിയം ആയിരിക്കണം. സാൾട്ട് സൊല്യൂഷൻ കുറച്ച് വോളിയം. ഓക്കെ, 2 ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക? ഈക്വൽ വോളിയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഓൾമോസ്റ്റ് എന്താ ഈക്വൽ വോളിയം എടുക്കുക.
സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേ, രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആണ് കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് സൊല്യൂഷനും മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ എന്തും എടുക്കുക, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷനും എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് ടെസ്റ്റ് ട്യൂബിലെ സൊല്യൂഷൻ കൂടെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ബ്രൗൺ റിംഗ് വരും. അതാണ് ടെസ്റ്റ്. പക്ഷെ എപ്പോഴും അത് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകണം ബ്രൗൺ റിംഗ്. ഇങ്ങനെ പഠിക്കുക. ആദ്യം സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. ഈ സോൾട്ട് സൊല്യൂഷനിൽ നന്നായിട്ട് ഒരു ലെയർ എന്ത് ചെയ്യുക, സൾഫ്യൂരിക് ആസിഡ് അങ്ങ് ആഡ് ചെയ്യുക. കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് സാൾട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യുക, ഒരു ലെയർ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എടുത്ത് സാൾട്ട് സൊല്യൂഷനിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒരു ലെയർ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ ആഡ് ചെയ്യുക. അത്യാവശ്യം കുറച്ച് ആഡ് ചെയ്യുക. ഓക്കെ, ഒരു ലെയർ വരത്തക്ക രീതിയിൽ അത്യാവശ്യം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അത്രയും ആഡ് ചെയ്തോ. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുക, അങ്ങ് ആഡ് ചെയ്യുക. സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വളരെ പതുക്കെ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ സോൾട്ട് സൊല്യൂഷനിലോട്ട് ആഡ് ചെയ്യുക. സോൾട്ട് സൊല്യൂഷൻ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യും, സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് റിംഗ് ഫോം ചെയ്യുന്നവരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പതുക്കെ റിംഗ് ഫോം ചെയ്യും. ഇപ്പോൾ ഈ ജംഗ്ഷനിൽ ഒരു റിംഗ് ഫോം ചെയ്യുമെന്ന് നോക്കിക്കോ. ബ്രൗൺ കളർ റിംഗ് പോലെ വന്നില്ലേ, ഇതാണ് ബ്രൗൺ റിംഗ്. എക്സാക്റ്റ് നിങ്ങളെ കയ്യിലിടാൻ പറ്റുന്ന റിംഗ് ഒന്നും അല്ലെങ്കിലും ഒരു റിംഗ് പോലെ ബ്രൗൺ കളർ ഫോം ചെയ്യും, റിംഗ് പോലെ. കണ്ടോ, ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ ബ്രൗൺ റിംഗ് എന്ന് പറഞ്ഞാൽ. ബ്രൗൺ റിംഗ് ഫോം ചെയ്യുന്നവരെ വളരെ പതുക്കെ ഒഴിച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 5-10 സെക്കൻഡ് കൊടുക്കുമ്പോൾ റിംഗ് ഫോം ചെയ്തോളും കേട്ടോ. അതുകൊണ്ട് റിംഗ് ഫോം ചെയ്താൽ ഈ ലിക്വിഡ് ജംഗ്ഷനിൽ ഒരു ബ്രൗൺ കളർ എന്ത് ചെയ്യും, റിംഗ് ഫോം ചെയ്യും. ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ ബ്രൗൺ റിംഗ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണേ? സംശയമുണ്ടോ? അങ്ങനെ റിംഗ് ഫോം ചെയ്യാൻ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള സോൾട്ടിൽ നൈട്രേറ്റ് ആണ് ആനയോണായിട്ടുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, റിംഗ് കറക്റ്റായിട്ട് റിംഗ് കിട്ടുന്നുണ്ട്. കുറച്ച് ടൈം കൊടുത്താൽ കേട്ടോ റിംഗ് ഫോം ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ആനയോണിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞു. നമ്മളിനി കാറ്റോണിൻ്റെ ചെയ്യാൻ പോവുകയാണ്. കാറ്റോണിൻ്റെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തില്ല കാറ്റോണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ കാറ്റോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം നമുക്ക് സോൾട്ട് സൊല്യൂഷനിലാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം കാറ്റോണിൻ്റെ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് സൊല്യൂബിളായി. ആനയോണിൻ്റെയൊക്കെ സോൾട്ട് ചെയ്യാം, കാറ്റോണിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ചെയ്താൽ മതി. സോൾട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ സോൾട്ട് സൊല്യൂഷനിൽ കാറ്റോണിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം സോൾട്ട് സൊല്യൂഷനിൽ ചെയ്താൽ മതി. ആനയോൺ നമ്മൾ ഏതാണ് നൈട്രേറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ബ്രൗൺ റിംഗ് വെച്ച് കൺഫേമും ചെയ്തു. ഇനി കാറ്റോൺ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഏത് കാറ്റോൺ ആണെന്ന് കണ്ടുപിടിക്കാൻ പോകണം ആദ്യം. അപ്പോൾ കാറ്റോണിൻ്റെ സോൾട്ട് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തുടങ്ങിക്കോ. ഫസ്റ്റ് നമ്മളെ കയ്യിലുള്ള സോൾട്ടിലെ കാറ്റോൺ ഏതാണ്, അമോണിയ ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അമോണിയ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? സോൾട്ട് സൊല്യൂഷനിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണോ സോഡിയം കാർബണേറ്റ് ആണോ? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. സോൾട്ട് സൊല്യൂഷനിൽ ആരെ ആഡ് ചെയ്യുക? സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, സോൾട്ട് സൊല്യൂഷനിൽ ആദ്യം സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റും വന്നില്ല എങ്കിൽ അമോണിയ. നോക്കിയാൽ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യാണ്. അപ്പം നമുക്ക് അതിൽ എന്ത് വന്നു? വൈറ്റ് കളറേഷൻ വന്നു. ഓക്കെ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. കുറച്ച് നിങ്ങൾ ആഡ് ചെയ്യുക. വൈറ്റ് കണ്ടോ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു. ഇങ്ങനെ വൈറ്റ് കളറേഷൻ വരെയാണെങ്കിൽ നമ്മളെ കയ്യിലുള്ളത് ആരല്ല, അമോണിയ അല്ല. കണ്ടോ, വൈറ്റ് കളറേഷൻ വന്നു. ഒരു പ്രസിപ്പിറ്റേറ്റും വന്നില്ല എങ്കിൽ അമോണിയ എന്ന് പറയും. ഇപ്പോൾ വൈറ്റ് വരുന്നത് കൊണ്ട് കാണാവുന്നത് കണ്ടോ, ഇതിൻ്റെ വൈറ്റ് കളറേഷൻ വരുന്നുണ്ട്. വൈറ്റ് വരുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ആരല്ല, അമോണിയ അല്ല. നമുക്കത് ഒഴിക്കുമ്പോൾ തന്നെ വൈറ്റ് വരും. പക്ഷേ വൈറ്റ് വന്ന് ചിലപ്പോൾ പോകും. അതാണ് ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് കാണിച്ചു തന്നത്. അപ്പോൾ വൈറ്റ് വന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് ആരല്ല, അമോണിയ അല്ല. നോ പ്രസിപ്പിറ്റേറ്റ്, ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണ്, അമോണിയ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നമ്മൾ ആരാണെന്ന് ചെക്ക് ചെയ്യണം. സെക്കൻഡ് സത്യം പറഞ്ഞാൽ കോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ കോപ്പറിൻ്റെ സോൾട്ടിൻ്റെയൊക്കെ പ്രത്യേകത ബ്ലൂ കളേർഡ് സോൾട്ട് ആയിരിക്കും. നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് വൈറ്റ് കളർ സോൾട്ടാണ്. അപ്പോൾ കോപ്പർ അല്ല. അപ്പം നമ്മൾ കോപ്പറിനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സെക്കൻഡ് ലെഡ് കഴിഞ്ഞ് കോപ്പർ. അപ്പോൾ നമ്മൾ കോപ്പറിൻ്റെ ടെസ്റ്റ് നമ്മൾ സത്യം പറഞ്ഞാൽ കാറ്റോണിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത് ലെഡ് ആണോ അല്ലേന്ന് കൺഫേം ചെയ്യാം. സെക്കൻഡ് ടെസ്റ്റ് ഇപ്പോൾ ആദ്യം നമ്മൾ അമോണിയ ആണോ എന്നല്ലേന്ന് നോക്കി, അത് 0 ഗ്രൂപ്പാണ്. നമ്മൾ ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കാൻ പോവാണ്. ആരാണ്? ലെഡ് ആണോ അല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ചെക്ക് ചെയ്തോ. ലെഡിൻ്റെ ടെസ്റ്റ് ഏതാണ്? സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലോട്ട് ആരാഡ് ചെയ്യുക? അല്ല, ലെഡിൻ്റെ ഐഡന്റിഫിക്കേഷൻ്റെ ടെസ്റ്റ് ഏതാണ്? സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലോട്ട് ആരാഡ് ചെയ്യുക? ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. അപ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ ലെഡ്, കിട്ടിയില്ലെങ്കിൽ ലെഡ് അല്ല. അപ്പം സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലോട്ട് ആരാഡ് ചെയ്യുക? ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. കുറച്ചും കൂടെ ആഡ് ചെയ്തോ. ഒന്നും വരുന്നില്ല. എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പം ആരല്ല നമ്മുടെ കയ്യിലുള്ളത്? ലെഡ് അല്ല. ആരല്ല? ലെഡ് അല്ല. ഓക്കെ, ക്ലിയർ? മാറ്റി വെച്ചു.
അപ്പം നെക്സ്റ്റ് ലെഡും അല്ലെങ്കിൽ അടുത്ത് നമുക്ക് കോപ്പർ ആണോ ചെക്ക് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ കോപ്പറിന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, കോപ്പർ എന്ന് പറഞ്ഞ സാൾട്ട് എന്ത് ചെയ്യത്തില്ല, വെക്കത്തില്ല എക്സാമിന്. കാരണം കോപ്പറിന്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് വെക്കില്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് അലുമിനിയം ആണോ അല്ലേ നോക്കാം. ഓക്കെ, അപ്പോൾ അലുമിനിയത്തെ നോക്കാം. അലുമിനിയത്തിന്റെ ടെസ്റ്റ് ഏതാണ്? ആദ്യം എന്ത് ചെയ്യുക, സോൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലോട്ട് ആരെ ആഡ് ചെയ്യുക? ആദ്യം ആരെ ആഡ് ചെയ്യും? അമോണിയം ക്ലോറൈഡ് ആദ്യം ആഡ് ചെയ്യുക. എന്നിട്ട് എക്സസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം സാൾട്ട് സൊല്യൂഷൻ എടുക്കുക. അതിലോട്ട് കുറച്ച് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കുറച്ച് കൂടുതൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. അപ്പം ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വന്നാൽ അലുമിനിയം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. വന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോക്കി നോക്ക്, ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കണ്ടോ? ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കണ്ടോ? ഒരു പ്രസിപ്പിറ്റേറ്റ് പോലെ നല്ല ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് പോലെ ആര് വന്നിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ കയ്യിലുള്ള സോൾട്ട് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അലുമിനിയം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, കണ്ടോ, കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്? ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അലുമിനിയം ആണെന്ന് ഐഡന്റിഫൈ ആയേ. ഇനി അലുമിനിയം ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. അലുമിനിയം ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ 2 ടെസ്റ്റ് അവൈലബിൾ ആണ്, കൺഫർമേറ്ററി. പക്ഷെ ഒരെണ്ണം ചെയ്താൽ മതി. എഴുതുമ്പോൾ രണ്ടും നിങ്ങൾ ചെയ്തെന്ന് എഴുതണം. ഫസ്റ്റ് ടെസ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് സാൾട്ട് സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അലുമിനിയം എന്ന് പറയാം. പക്ഷെ അത് നിങ്ങൾ ചെയ്യണ്ട, എഴുതുമ്പോൾ മാത്രം എഴുതിയാൽ മതി. മെയിനായിട്ട് നമ്മളുടെ കയ്യിലുള്ള സോൾട്ട് അലുമിനിയം ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യേണ്ട ടെസ്റ്റാണ് ആഷ് ടെസ്റ്റ്. നിങ്ങൾ അലുമിനിയം നിങ്ങളുടെ കയ്യിലുള്ളത് അലുമിനിയം ആണോ അല്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ആഷ് ടെസ്റ്റ് ചെയ്യുക. ആഷ് ടെസ്റ്റിൽ ബ്ലൂ കളർ ആഷാണ് കിട്ടുന്നതെങ്കിൽ അലുമിനിയം ആണെന്ന് കൺഫേം ചെയ്യാം. എന്താണ് ആഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഇവിടെ പ്രത്യേകത, കാറ്റയോന്റെ കൺഫർമേറ്ററി എല്ലാം സോൾട്ടിൽ വേണം ചെയ്യാൻ. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ സോൾട്ട് സൊല്യൂഷനിൽ ചെയ്യാം, കൺഫർമേറ്ററി സോൾട്ടിൽ ചെയ്യാം. അപ്പോൾ ഏതാ ടെസ്റ്റ് ഏതാണ്? ആദ്യം എന്ത് ചെയ്യുക, സോൾട്ടില് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ആഡ് ചെയ്യുക. നമ്മൾ സോൾട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുക്കുക, അതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. അത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി ഹീറ്റ് ചെയ്തിട്ട് ഒരു ഫിൽട്ടർ പേപ്പർ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കത്തിക്കാം. ഇതാണ് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം ടെസ്റ്റ് ട്യൂബിൽ സോൾട്ട് എടുത്തേ. സോൾട്ടിൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും ആഡ് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റും ആഡ് ചെയ്യുക. ഓക്കെ, ഇത് ഇവിടെ ഇരിപ്പുണ്ട്, കൊബാൾട്ട് നൈട്രേറ്റും നൈട്രിക് ആസിഡും ഇരിപ്പുണ്ട്. അത് സോൾട്ട് എടുക്കുക. സോൾട്ടിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് സാധനങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഫില്ലർ യൂസ് ചെയ്യുന്നത്. ഫില്ലർ അല്ലെങ്കിൽ ഡ്രോപ്പർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒഴിക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആണെങ്കിൽ എല്ലാം ഡയറക്റ്റായിട്ട് ഒഴിക്കാം. മതി, കുറച്ച് 2-3 ഡ്രോപ്പ് ആഡ് ചെയ്താൽ മതി. എൻ്റെ കൊബാൾട്ട് നൈട്രേറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, കൊബാൾട്ട് നൈട്രേറ്റ് അതേപോലെ നിങ്ങൾ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ കൈ ക്ലോസ് ചെയ്ത് വെച്ചൊന്നും കുലുക്കരുത്, നിങ്ങളെ കയ്യിലാവും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. സംഭവം നന്നായിട്ട് കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡും കൊബാൾട്ട് നൈട്രേറ്റും ഒക്കെ നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി മാത്രമാണ്. ചെറുതായിട്ട് എന്ത് ചെയ്യുക, കൊബാൾട്ട് നൈട്രേറ്റ് നൈട്രിക് ആസിഡ് നിങ്ങൾ സോൾട്ടുമായിട്ട് മിക്സ് ആകാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ആക്കുക. ഇങ്ങനെ ജസ്റ്റ് ആ സോൾട്ടായിട്ട് മിക്സ് ആകാൻ വേണ്ടി മാത്രം, വേറെ ഒന്നിനും വേണ്ടിയല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യണം. ഇതിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫിൽട്ടർ പേപ്പർ വേണം. കേട്ടോ, ഞാൻ ഫിൽട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് നല്ല രസത്തിൽ ഫിൽട്ടർ പേപ്പറിനെ ഇങ്ങനെ മടക്കി ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് കയറുന്ന രീതിയിൽ ഫിൽട്ടർ പേപ്പറിനെ അങ്ങ് മടക്കി റെഡിയാക്കി വെക്കുക. അത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ ചെറുതായി ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ട് അനക്കി കൊടുത്ത് ഹീറ്റ് ചെയ്യാം. ജസ്റ്റ് ഈ സോൾട്ടും കൊബാൾട്ട് നൈട്രേറ്റും നൈട്രിക് ആസിഡും ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു 5-10 സെക്കൻഡ് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അരമണിക്കൂർ ഇട്ട് ഹീറ്റ് ചെയ്ത് പൊട്ടിത്തെറിക്കും ദേഹത്തോട്ടൊക്കെ. അവർ ചെറുതായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടി എന്ത് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഓക്കെ, മതി. ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽട്ടർ പേപ്പർ ഇതിലോട്ട് ഇങ്ങനെ വെക്കുക. ഫിൽട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫിൽട്ടർ പേപ്പറിൽ മിക്സ് ചെയ്യുക. ഫിൽട്ടർ പേപ്പർ എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സാൾട്ട് സൊല്യൂഷനിലോട്ട് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫിൽട്ടർ പേപ്പറിലോട്ട് സോൾട്ട് സൊല്യൂഷൻ ആകണം. നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാൾട്ട് സൊല്യൂഷൻ അല്ല, ഇപ്പോഴത്തെ സൊല്യൂഷൻ ഫിൽട്ടർ പേപ്പറിലായി. എന്നിട്ട് ഇതൊന്നും എന്ത് ചെയ്യുക, കത്തിക്കാം. അപ്പോൾ ഞാൻ കത്തിച്ചാണ് ശരി. അത്യാവശ്യം നല്ല രീതിയിൽ കത്തിട്ട് കേട്ടോ. അത് കത്തിയിട്ടില്ല, ആഷിലാണ് നിങ്ങൾ കളർ നോക്കേണ്ടത്. നല്ല രീതിയിൽ കുറച്ച് നന്നായിട്ട് കത്തട്ടെ. നന്നായിട്ട് കത്തട്ടെ. നമുക്ക് കുറച്ച് കത്തിയാലും മതി, നന്നായിട്ട് കത്തിയാൽ നല്ല കളർ കിട്ടും. ഓക്കെ, എൻ്റെ താണ്ട് ഈ തുമ്പ് ആഷിൻ്റെ തുമ്പ് സൈഡിൽ നോക്കുക, ബ്ലൂ കളർ ആഷ് കിട്ടി.
ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. നമ്മൾ ഈ ബ്ലാക്കിൻ്റെ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ബ്ലൂ കളർ ആഷ് കിട്ടും. ബ്ലൂ കളർ കണ്ടോ? അല്ലെ ഏത് കളർ കിട്ടി? നമുക്ക് ബ്ലൂ കളർ ആഷ് കിട്ടിയാൽ ഈ ബ്ലാക്ക് കളറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബ്ലൂ കളർ ആഷ് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അടുത്ത് കാണിക്കണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് ബ്ലൂ കളർ ആഷ് കിട്ടി. ബ്ലൂ കളറാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആഷ് എങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ളത് അലുമിനിയം ആണെന്ന് കൺഫേം ചെയ്യാം. അപ്പം ഇത് ആനയോൺ ഏതായിരുന്നു? നൈട്രേറ്റ്. കാറ്റോൺ ഏതാണ്? അലുമിനിയം. അപ്പോൾ ഹോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയ സോൾട്ട് ഏതാണ്? അലുമിനിയം നൈട്രേറ്റ്.